ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ കേരള സെറ്റ് പേപ്പർ 1 ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെറ്റിൻ്റെ എക്സാമിനേഷൻ ഓഗസ്റ്റിൽ വരികയാണ്. അപ്പോൾ പേപ്പർ 2 നിങ്ങൾക്ക് നിങ്ങളുടേതായ സബ്ജക്ട്സ് ആയിരിക്കും. കേരള സെറ്റ് പേപ്പർ 1ൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ സിലബസ് ഒരു 3-4 ടോപ്പിക്സ് കൂടിയ യൂണിറ്റ്സ് ചേർന്നതാണ്. അപ്പോൾ ആ സിലബസ് നമുക്ക് മറ്റൊരിടത്തും കവർ ചെയ്ത് കിട്ടില്ല. അത് കാരണം ഞാൻ കുറച്ച് വീഡിയോസ് നിങ്ങൾക്കായിട്ട് വളരെ ഒരു 10 മിനിറ്റിനകത്തുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ എക്സാം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ആണ്. അതിൽ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. മോഡ്യൂൾ 1 ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം തന്നെ 10th ലെവലിലുള്ള ക്ലാസ്സിലുള്ള ടോപ്പിക്സ് ആയിരിക്കും. മോഡ്യൂൾ 2 സോഷ്യൽ സയൻസ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ പോളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ. മോഡ്യൂൾ 3 ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ, ക്ലാസിക്സ് ആൻഡ് മാസ്റ്റർ പീസസ് ഓഫ് വേൾഡ് ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ, ആർട്ട്, അതുപോലെ കൾച്ചർ, ഇതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. മോഡ്യൂൾ 4 കേരള സ്റ്റഡീസ്, സോഷ്യൽ റിഫോംസ്, നാഷണൽ മൂവ്മെൻറ്റ്സ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ. ഞാൻ ഈ ഫസ്റ്റ് യൂണിറ്റിൻ്റെ കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ള മോഡ്യൂൾസ് മറ്റുള്ള യൂണിറ്റ്സും മോഡ്യൂൾസും എല്ലാം തന്നെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കണക്കിൽ ബേസിക്സ് ഓഫ് ടൈം, വർക്ക് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം, വർക്ക് ആൻഡ് ഡിസ്റ്റൻസ് പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ പ്രോബ്ലംസിനകത്ത് ആരാണ് കൂടുതലായിട്ട് എളുപ്പത്തിൽ ഓടുന്നത്, ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യുന്നത്, എത്ര ദിവസം എടുക്കും 2 ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ, സമയം എത്ര എടുക്കും, പിന്നെ ട്രെയിൻ അല്ലെങ്കിൽ കാറ് എത്ര സ്പീഡിൽ പോകും, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്നത്. അപ്പോൾ ഇതിന് കീ ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഇൻറ്റു ടൈം, അതുപോലെ ഡിസ്റ്റൻസ് ഈക്വൽ സ്പീഡ് ഇൻറ്റു ടൈം എന്നാണ്. അപ്പം റേറ്റ് ഇൻറ്റു ടൈം ആണ് വർക്ക്, അതുപോലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. ഇത് രണ്ടും നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ മുമ്പോട്ട് നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അതായത് ടൈം ആൻഡ് വർക്കിൻ്റെ സിമ്പിൾ റൂൾ എന്ന് പറഞ്ഞാൽ ഒരാൾ എക്സ് ദിവസം എടുത്തിട്ടാണ് ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1/x ഡേയ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എ ഡാസ് വർക്ക് ഇൻ 5 days. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1/5 ആയിരിക്കും. അതുപോലെ ബി സെയിം വർക്ക് 10 ദിവസം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/10 ആയിരിക്കും. അപ്പോൾ ടുഗെദർ 2 പേരും കൂടെ എയും ബിയും കൂടെ ചേർന്ന് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 1/5 + 1/10. അപ്പം ഇതിൻ്റെ LCM കണ്ടുപിടിക്കുക. LCM അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം. അപ്പം 5 and 10 എഴുതിയ ശേഷം അതിനെ ലോവസ്റ്റ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സച്ച് ദാറ്റ് യു ക്യാൻ ഡിവൈഡ് ബോത്ത് ഓഫ് ദം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 10 ആണ് അതിൻ്റെ LCM ആയിട്ട് വരുന്നത്. അത് 3/10 എന്ന് പറയും. ടുഗദർ രണ്ടും കൂടെ കൂട്ടുകയാണെങ്കിൽ 3/10 കിട്ടും. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? വർക്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ 10/3 days, ദാറ്റ് ഈസ് 3.33 days എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് വർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഇൻറ്റു ടൈം. നമ്മൾ റേറ്റാണ് കണ്ടുപിടിച്ചത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എത്ര ദിവസം ടൈം എന്നുള്ള കാര്യമാണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അപ്പോൾ റേറ്റ് അറിയാം, വർക്ക് അറിയാം. അപ്പോൾ അത് ടൈം എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണ്, 10/3, 3.33 days. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഫോർമുലയിലേക്ക് പോകാം. സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളതാണ് സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ സ്പീഡ്, അതിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ഈക്വൽ സ്പീഡ് ഇൻറ്റു ടൈം, ടൈം ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയാം. അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ കൺവേർഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. 1 km/h എന്ന് പറഞ്ഞാൽ 5/18 m/s ആണ്. തിരിച്ച് നമ്മൾ m/s km/h കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 18/5 km/h. അതുപോലെ 2 സ്പീഡ്സ് ഈക്വൽ ഡിസ്റ്റൻസസിൽ തരികയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്റ്റൻസസിലുള്ള 2
മൂവിങ് ബോഡീസിൻ്റെ ഡിസ്റ്റൻസ് തരികയാണെങ്കിൽ 2xy/x+y ആയിരിക്കും അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. Suppose you have a problem like this. A takes 6 days to finish a job. B takes 12 days. How long will they take together? അപ്പോൾ എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 1/6 ആണ്. ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 1/12 ആണ്. സോ കമ്പൈൻഡ് വിൽ ബി 1/6 + 1/12 വിച്ച് ഇസ് 1/4. നിങ്ങൾക്കറിയാം വർക്ക് എന്ന് പറയുന്ന വർക്ക് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല അനുസരിച്ച് വർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫോർമുല അനുസരിച്ച് വർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഇൻ ടൈം അല്ലേ? അപ്പം റേറ്റ് തന്നിട്ടുണ്ട്, ടൈം നമുക്കറിയാം, അപ്പോൾ അത് ഇൻവേഴ്സ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതനുസരിച്ച് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 4/1, ദാറ്റ് ഈസ് 4 days ആണ് വേണ്ടിയത്. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം, എ ട്രെയിൻ മൂവ്സ് അറ്റ് 60 km/h. ഹൗ ഫാർ വിൽ ഇറ്റ് ഗോ ഇൻ 2.5 hours? അപ്പം നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ഓർ സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം, രണ്ടിൽ വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 60 km/h 2.5 hours ആണ്. അപ്പം ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും 60 × 2.5 വിച്ച് ഇസ് 150 kilometers. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ പ്രോബ്ലംസ്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് സെറ്റിൽ വന്നിട്ടുള്ള പ്രോബ്ലംസിനെയും കൂടെ കൈകാര്യം ചെയ്യാം. അത് അടുത്ത വീഡിയോയിലാവട്ടെ. ഓക്കെ, സോ വി വിൽ ഹാൻഡിൽ ദീസ് ടൈപ്സ് of problems as well as general knowledge about all the basic topics of Unit 1, Unit 2, Unit 3 and Unit 4 in the coming days. താങ്ക് യു ഓൾ. നിങ്ങൾ എല്ലാവരും തന്നെ സെറ്റിൻ്റെ ഈ ക്ലാസ്സുകൾ കാണണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഈ ചാനൽ. ഓക്കെ, താങ്ക് യു.